എനിക്ക് മർത്തോമക്കാരുടെ ചായ മാത്രമല്ല, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് മർത്തോമക്കാരുടെ ബ്ലഡാകുമെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ എല്ലാ രക്തദാനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും വിളിക്കണം. തിരുവല്ല ഭദ്രാസനത്തിൻ്റെ ഏബ്രഹാം മുളമൂട്ടിലച്ഛൻ എൻ്റെ ഒരു സഹപാഠിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇവിടെ വന്നത്. അദ്ദേഹം എന്നെ അങ്ങ് കൊണ്ടുവരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു, തട്ടിൽ തിരുമേനിക്ക് മർത്തോമക്കാരുടെ ഒരു മുഖച്ഛായയുണ്ട്. സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. മർത്തോമ സഭയുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാനിന്ന്. ഏറെ നന്ദിയോടും അവസാനിക്കാത്ത കടപ്പാടോടും കൂടെ ഞാൻ അറിയിക്കുകയാണ്. മർത്തോമ സഭയ്ക്ക് വലിയ സംവിധാനങ്ങൾ തൃശ്ശൂരിൽ ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ കത്തോലിക്കർ ഒരു ഊതിയാൽ പറക്കാവുന്ന നമ്പറേ നിങ്ങളിവിടെ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലാണ് നിങ്ങളുടെ മർത്തോമ ഗേൾസ് ഹൈസ്കൂള്. നിങ്ങളുടെ പള്ളി തൃശ്ശൂരിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ആരാധന ക്രമവിധികളൊക്കെ നടന്നത് സ്കൂളിൻ്റെ ഹാളിലാണ്. അപ്പോൾ അവിടെ ഒരു ലോനപ്പച്ചേട്ടനുണ്ട്. അദ്ദേഹമാണ് അവിടുത്തെ പിയൂണും കപ്പ്യാരും. എൻ്റെ അപ്പൻ്റെ വലിയ ഒരു ഫ്രണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ആകസ്മികമായിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചപ്പോൾ എനിക്ക് 1.5 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത ചേട്ടന് 22 വയസ്സും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾത്താരകളിൽ തിരികത്തിച്ച വലുപ്പത്തിലാണ് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ വയസ്സ്. വലിയ തിരി, കുഞ്ഞത്തിരി, അങ്ങനെ ഒടുവിൽ കുട്ടിത്തിരി. എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ ഈ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു, എടി നീ പേടിക്കാതിരിക്കേ, ഔസേപ്പ് മരിച്ചു പോയെങ്കിലും നിൻ്റെ കാര്യമൊക്കെ, പിള്ളേരുടെ കാര്യമൊക്കെ തമ്പുരാൻ നടത്തും. പിന്നീട് മർത്തോമ പള്ളിയിൽ അച്ഛൻ അവിടെ തിരുക്കർമ്മങ്ങൾക്ക് വന്നപ്പോൾ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു, ഈ വീട്ടിലെ ചേട്ടനാണ് കഴിഞ്ഞ ദിവസം ഹൃദയ ആഘാതം മൂലം മരിച്ചു പോയത്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, മോള് പേടിക്കണ്ട കുഞ്ഞേ, ഞങ്ങളൊക്കെ നിൻ്റെ കൂട്ടത്തിലുണ്ട്. സത്യമായിട്ടും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. മർത്തോമ സഭയുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല പദ്ധതികളിലും ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുകയും ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള സഹകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങൾ അവിടെയാണ് പഠിച്ച് SSLC പാസ്സായത്. തുടർന്ന് പെങ്ങളെ പഠിപ്പിക്കാനായിട്ട് സഭ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ B.Ed പാസ്സായപ്പോൾ മർത്തോമ സഭയിലെ ആരും തന്നെ അപ്ലിക്കൻ്റായിട്ടില്ലാത്തതുകൊണ്ട് വികാരിച്ചൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരുമില്ല, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അപേക്ഷിച്ചാൽ ഞങ്ങൾ തരും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം മുളമൂട്ടിലച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് മർത്തോമക്കാരുടെ ചായ മാത്രമല്ല, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് മർത്തോമക്കാരുടെ ബ്ലഡാകുമെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ എല്ലാ രക്തദാനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും വിളിക്കണം.